നികേഷ് കുമാർ, യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ദുർബലമായ ഒരു അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു ഇന്നത്തേത്. അടിയന്തര പ്രമേയ ചർച്ച കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം അടിയന്തര പ്രമേയമായി വരികയാണ് എങ്കിൽ സഭ അത് ചർച്ചയ്ക്കെടുക്കും, ക്യാമറയ്ക്ക് തുറന്നു കൊടുക്കുമെന്ന്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ആദ്യം തന്നെ വ്യക്തമാക്കിയത്. ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിൽ ഞാൻ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നു എന്നുള്ളത്. അപ്പോൾ സർക്കാർ വെൽ എക്യുപ്ഡ് ആണ് ഈ വിഷയത്തിൽ. കാരണം ഇതിനകം തന്നെ കേന്ദ്രത്തിന് നിരവധി തവണ കത്തയച്ചു കഴിഞ്ഞിരിക്കുന്നു, റിട്ട് സമർപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഒരേ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ നമ്മൾ നവകേരള സദസ്സിലെ പ്രസംഗങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരേ തവണ തന്നെ ആവർത്തിക്കുകയാണ് ഇതേ കാര്യങ്ങൾ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മനപ്പാഠമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെയും എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷം കോൺഫ്രണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ 57,400 കോടി യഥാർത്ഥത്തിൽ ഉണ്ടോ? നിങ്ങൾ ധനമന്ത്രിക്ക് അയച്ചിട്ടുള്ള കത്തിൽ ഈ 57,400 ഇല്ലല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏക ചോദ്യം. അതിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം 57,400 എന്ന് പറയുന്നൊരു ഡിജിറ്റ് ഒരുപക്ഷെ കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള തുക കൂടി ഉണ്ടാകും. കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേതുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള തുകയിൽ ഉണ്ടായിട്ടുള്ള കുറവ് അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നിലവിലുള്ള ഒരു സർക്കാരിൻ്റെ അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ആ നിലയിൽ മാത്രം ഈ പറയുന്ന 57,400 കണ്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ കേന്ദ്രം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്ന കേസ് അവതരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കെ.എൻ. ബാലഗോപാലിനും സംഘത്തിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഇതിങ്ങനെ നമ്മൾ ഓരോ പോയിൻ്റായി എടുത്തു പറയുമ്പോൾ അത് ലാഗ് തോന്നും. അതുകൊണ്ട് നമുക്കൊരു ചർച്ച എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിൽ ഞാൻ കൂടുതൽ കൂട്ടിച്ചേർക്കാം. Meet the editors.